90% നിക്ഷേപകർക്കും മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ കണ്ടെത്താൻ കഴിയാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഇതിന്റെ സീക്രട്ട് 3 സ്റ്റെപ്പ് ഫോർമുല ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വെളിപ്പെടുത്തുകയാണ്. സ്ട്രോങ് ഫണ്ടമെന്റൽ, ടെക്നിക്കൽ ട്രിഗർ, മികച്ച മാനേജ്മെന്റ്, ഇവയെല്ലാം ചേർന്നാൽ എങ്ങനെ മൾട്ടി ബാഗർ സ്റ്റോക്കിനെ കണ്ടെത്താം? ഇൻഫോസിസ്, PCBL, അനന്ത്രാജ്, ഈ കമ്പനികൾ എങ്ങനെ മൾട്ടി ബാഗർ സ്റ്റോക്കുകളായി? ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് മികച്ച കമ്പനികളെ എങ്ങനെ ഫിൽട്ടർ ചെയ്യാൻ കഴിയും? ഈ വീഡിയോ അവസാനിക്കും മുമ്പ് മൾട്ടി ബാഗർ കണ്ടെത്താനുള്ള ഒരു റിപ്പീറ്റബിൾ സിസ്റ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അത് 10 ലക്ഷമായിട്ട് വളരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇങ്ങനെ സംഭവിക്കുന്ന സ്റ്റോക്കുകളെയാണ് പൊതുവെ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തുക? നമ്മളെ പോലെയുള്ള ഭൂരിഭാഗം പേർക്കും ഇത്തരം സ്റ്റോക്കുകൾ കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ തെറ്റായ സമയത്ത് വാങ്ങി അവസാനം ലോസിൽ വരെ ചെന്നെത്തുകയാണ് നമ്മുടെയൊക്കെ ഒരു രീതി. ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം 5000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നിന്ന് 1-2 മൾട്ടി ബാഗർ സ്റ്റോക്ക് മാത്രം നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അത് ലക്കാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. എന്നാൽ ഞാൻ പറയും, കൃത്യമായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ആർക്കും അത്തരം ഓപ്പർച്യൂണിറ്റീസ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സീക്രട്ട് ഫോർമുല നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. തിയറി മാത്രം പറഞ്ഞു പോവുകയല്ല. ഇൻഫോസിസ്, PCBL, അനന്ത്രാജ് പോലെയുള്ള കമ്പനികളുടെ യഥാർത്ഥ ഉദാഹരണങ്ങൾ വെച്ച് ഈ ഒരു ഫോർമുല എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് ലൈവായിട്ട് പരിശോധിക്കാം. അപ്പൊ ഈ വീഡിയോ കഴിയുമ്പോഴേക്കും ഒരു സ്റ്റോക്കിനെ എങ്ങനെയാണ് പ്രൊഫഷണൽ അനാലിസിസിന്റെ കണ്ണുകളോടെ സമീപിക്കേണ്ടത് എന്ന് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒരു മൾട്ടി ബാഗർ കണ്ടുപിടിക്കുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമാണ് എന്ന് കരുതുന്നവർ ഒരുപാടുണ്ട് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് തെറ്റുപറ്റുന്നത്? പലരും ടിപ്പുകളുടെ പിന്നാലെ ഓടി കൈ പൊള്ളിയവർ തന്നെയാണ്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. യഥാർത്ഥ പ്രോബ്ലം അതല്ല. 3 പ്രധാനപ്പെട്ട മിസ്റ്റേക്കുകൾ കൊണ്ടാണ് സാധാരണ ഇൻവെസ്റ്റേഴ്സ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാകുന്നത്. ഒന്നാമത്തെ കാര്യം, അതിനെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ലാത്തതാണ്. ഒരു കമ്പനി നല്ലതാണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു കമ്പനിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രോബ്ലമാണ് ക്ഷമയില്ലായ്മ. ഇന്ന് പൈസ ഇട്ടിട്ട് നാളെ കോടീശ്വരനാകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പറ്റം ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടായേക്കാം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് തെറ്റായ ഡിസിഷൻസ്. മാർക്കറ്റ് ചെറുതായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ തന്നെ പാനിക് ആയിട്ട് നല്ല സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിവാകുക. ശരിക്കും വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നഷ്ടം സഹിച്ച് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന വലിയ മണ്ടത്തരമാണ്. അത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ചെയ്യുന്നതാണ് മറ്റൊരു കാരണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രോബ്ലങ്ങളെ നമ്മൾ മറികടക്കുക? നമുക്ക് വേണ്ടത് ഒരു നല്ല സിസ്റ്റമാണ്. പേടിയും ഗ്രീഡിനെസ്സും ഒന്നും വില പോകാത്ത നല്ലൊരു സിസ്റ്റം. അപ്പോൾ നമുക്ക് ആ ഒരു സീക്രട്ട് ഫോർമുലയിലേക്ക് എൻട്രി ചെയ്യാം. ദ സൊല്യൂഷൻ. ബേസിക്കലി ഈ ഒരു ഫോർമുലയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. 3ഉം ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുക. നമ്മൾ ആ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ് നമുക്ക് ഇവിടെ തുടങ്ങാം. ഒന്നാമത്തെ ഫിൽറ്ററിംഗ്, ഫണ്ടമെന്റൽ ഫിൽറ്റർ. നല്ല സ്ട്രോങ് ഫണ്ടമെന്റൽസ് ഉള്ള കമ്പനികളെ കണ്ടെത്തുകയാണ് ഏറ്റവും ആദ്യമായിട്ട്. അത് ആയിരക്കണക്കിന് കമ്പനികളുടെ കൂട്ടത്തിൽ നിന്ന് നല്ലതിനെ മാത്രം അരിച്ചെടുക്കുന്ന അരിപ്പ പോലെ നമ്മൾ ഏറ്റവും നല്ല ഫണ്ടമെന്റൽസ് ഉള്ള നല്ല സ്റ്റോക്കുകളെ മാത്രം തെരഞ്ഞെടുക്കും. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്നാമത് കമ്പനിയുടെ വളർച്ച. ഓരോ വർഷവും കമ്പനി വളരുന്നുണ്ടോ, അതിനനുസരിച്ച് പ്രോഫിറ്റും വളരുന്നുണ്ടോ. ചുരുങ്ങിയത് ഒരു 5 വർഷത്തെ കണക്കുകളെങ്കിലും നമ്മൾ ഇതിനായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അടുത്തായിട്ട് നമ്മൾ കമ്പനിയുടെ ഡെപ്റ്റ് അല്ലെങ്കിൽ കടം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കമ്പനിക്ക് വലിയ കടമുണ്ടോ, അല്ലെങ്കിൽ കടം കുറവുള്ള അല്ലെങ്കിൽ വേഗത്തിൽ കടം കുറച്ചുകൊണ്ടുവരുന്ന കമ്പനികൾക്കും നമ്മുടെ ആ ഒരു ലിസ്റ്റിലേക്ക് വരാവുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ പിടിച്ചു നിൽക്കാൻ ഇത്തരം കമ്പനികൾക്ക് സാധിക്കും. ഒരു ജനറൽ റൂൾ എന്ന നിലയിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 1-ൽ താഴെ ആയിരിക്കണം എന്ന ഒരു കണ്ടീഷൻ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. എഫിഷ്യൻസി. മുടക്കുന്ന ക്യാപിറ്റലിൽ നിന്ന് കമ്പനി എത്രത്തോളം റിട്ടേൺ ഉണ്ടാക്കുന്നുണ്ട്, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബേസിക്കലി റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നീ 2 മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇത് അളക്കാറ്. സ്ഥിരമായിട്ട് 15% മുകളിൽ ROE അല്ലെങ്കിൽ ROC കാണിക്കുന്ന കമ്പനികൾക്ക് നല്ല എഫിഷ്യൻസി ഉണ്ട് എന്ന് നമുക്ക് കണക്കാക്കാം. അതൊരു ഫണ്ടമെന്റൽ മെത്തേഡാണ്. അപ്പൊ നമുക്കിനി രണ്ടാമത്തെ ആ ഒരു ഫിൽട്ടറിലേക്ക് കടക്കാം. ടെക്നിക്കൽ ട്രിഗർ. ഫണ്ടമെന്റൽ അടിപൊളിയാണെന്ന് കണ്ടാൽ മാത്രം പോരാ, എപ്പോ വാങ്ങണം എന്നുള്ളതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തെറ്റായ എൻട്രി എടുത്താൽ എത്ര നല്ല കമ്പനി ആണെങ്കിലും നമുക്ക് നഷ്ടം സംഭവിക്കും. ശരിയായ അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന് കൃത്യമായിട്ട് എൻട്രി എടുക്കുന്നതാണ് ഒരു നല്ല ഇൻവെസ്റ്ററുടെ രീതി. ടെക്നിക്കൽ അനാലിസിസ് ആണ് ഇവിടെ നമ്മുടെ രക്ഷയ്ക്കെത്തുക. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ബ്രേക്ക്ഔട്ട്സ് ആണ്. ഒരു സ്റ്റോക്ക് കുറെ കാലം ഒരു വിലയിൽ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ തന്നെ കിടന്നിട്ട് അതിന്റെ പഴയ ഹൈ പ്രൈസ്, അതായത് റെസിസ്റ്റൻസ് ലെവലിനെ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നല്ല ഒരു സാധ്യത അവിടെ
തെളിഞ്ഞു വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നല്ല സാധ്യതയുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ മൂന്നാമത്തെ ഒരു ഫിൽട്ടറിംഗ് മാനേജ്മെന്റ് ആൻഡ് വിഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ആരാണ് ഈ കമ്പനിയെ നയിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനിയെ നയിക്കുന്നവരുടെ കഴിവ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു മോട്ടോ എന്താണ്, സത്യസന്ധത എങ്ങനെയാണ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു മികച്ച മാനേജ്മെന്റിന് ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മോശം മാനേജ്മെന്റിന് എത്ര മികച്ച കമ്പനിയെയും തകർത്ത് തരിപ്പണമാക്കാനും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ ഡേറ്റ കൂടി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ബേസിക്കലി അവരുടെ ട്രാക്ക് റെക്കോർഡ്സ്, അവര് നിക്ഷേപകരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കമ്പനിയുടെ ഭാവിയെ പറ്റി അവർക്ക് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആഴത്തിൽ മനസ്സിലാക്കണം. ബേസിക്കലി ഫോർമുല ഇതാണ്: സ്ട്രോങ് ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രിഗർ, മികച്ച മാനേജ്മെന്റ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ഈ ഒരു 3 സ്റ്റേജ് ഫിൽട്ടറിംഗ് അല്ലെങ്കിൽ 3 സ്റ്റേജ് ഫോർമുല റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 3 കേസ് സ്റ്റഡികളാണ്. അത് നമുക്കൊരു പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് ടെസ്റ്റ് പോലെ മനസ്സിലാക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഒന്നാമത്തെ കേസ് സ്റ്റഡി ഇൻഫോസിസിന്റേതാണ്. ഇന്ത്യൻ IT വിപ്ലവത്തിന്റെ പര്യായമായിട്ടാണ് ഇൻഫോസിസിനെ കാണുന്നത്. 90കളിൽ സാധാരണക്കാരനായ ഒരു നിക്ഷേപകന് ഇൻഫോസിസിനെ കണ്ടെത്താൻ നമ്മുടെ ഫോർമുല വെച്ച് സാധിക്കുമായിരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ സമയത്ത് 90കളിലൊക്കെ കൃത്യമായിട്ട് ഇത്തരത്തിലൊന്ന് അനലൈസ് ചെയ്ത് എൻട്രി എടുത്തിരുന്ന, അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങി കയ്യിൽ വെച്ചിരുന്ന നിക്ഷേപകർക്കെല്ലാം വലിയ റിവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ സാധ്യതകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യം നമുക്ക് ആ ഒരു ഫണ്ടമെന്റൽ ഫിൽട്ടർ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. തുടക്കം മുതലേ ഇൻഫോസിസിന്റെ കടം വളരെ കുറവായിരുന്നു. സെയിൽസും പ്രോഫിറ്റും ഓരോ വർഷവും റോക്കറ്റ് പോലെ കുതിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഉയർന്ന ROE, ROCE നമ്പറുകൾ അവയുടെ എഫിഷ്യൻസിക്ക് അടിവരയിട്ടു. അപ്പൊ നമ്മുടെ ആ ഒരു ഒന്നാമത്തെ ആ ഒരു ഫിൽട്ടറിംഗ് കറക്റ്റ് ആയിരുന്നു. രണ്ടാമത് മാനേജ്മെന്റ് ആൻഡ് വിഷൻ. നാരായണമൂർത്തിയുടെയും ടീമിന്റെയും സത്യസന്ധതയും ദീർഘവീക്ഷണത്തെയും പറ്റി ആർക്കും ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസിൽ അവരൊരു സ്റ്റാൻഡേർഡ് തന്നെ കൊണ്ടുവന്നു. നല്ലൊരു എഫിഷ്യന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ലീഡേഴ്സ് ആണ് ഇൻഫോസിസിന് ഉണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് ടെക്നിക്കൽ ട്രിഗർ കൂടി നോക്കാം. സ്റ്റോക്ക് അതിന്റെ വളർച്ചയുടെ പാതയിൽ പലതവണ ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. ഓരോ ബ്രേക്ക്ഔട്ടും നിക്ഷേപകർക്ക് എൻട്രി ചെയ്യാനുള്ള പുതിയ അവസരങ്ങൾ നൽകിക്കൊണ്ടേയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു സാധ്യത അവിടെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ എൻട്രി പോയിന്റ് ആയിരുന്നു. ഒരുപക്ഷെ ഇപ്പോൾ ലോകം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI മാറുമ്പോൾ ഇൻഫോസിസും അതിനൊപ്പം മാറുകയാണ്. കമ്പനിയുടെ മാനേജ്മെന്റ് പറയുന്നതിനനുസരിച്ച് AI റിലേറ്റഡ് സർവീസസിൽ നിന്നുള്ള വരുമാനം കമ്പനിയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനിയുടെ മൊത്തം വരുമാനത്തിന്റെ 8.2% ഇപ്പോൾ AI സേവനത്തിൽ നിന്നാണ് വരുന്നത്. ഓരോ ക്വാർട്ടറിലും മികച്ച വളർച്ച കാണിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം തിരിച്ചറിയുന്ന ഒരു ഇൻവെസ്റ്ററിന് ഇൻഫോസിസിന്റെ അടുത്ത ഘട്ട വളർച്ചയിലും പങ്കാളിയാവാൻ നല്ല സാധ്യതകളുണ്ട്. അപ്പൊ ഞാനതൊരു ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു എൻട്രി അഡ്വൈസ് ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. അപ്പോൾ നമ്മൾ ആ ഒരു കേസ് സ്റ്റഡി എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും ആ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് ഇവിടെ നോക്കി പോകാം. വലിയ ഗ്രോത്ത് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ കഴിയും. ആ ഒരു പ്രൈസ് ഗ്രോത്ത് തീർച്ചയായിട്ടും ഒരു മൾട്ടി ബാഗർ ആയിട്ട് മാറാൻ ആ സ്റ്റോക്കിന് കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സിന് വലിയ ബെനിഫിറ്റ് കിട്ടി. ആ ഒരു സാഹചര്യം നമുക്ക് ഈ ഒരു ചാർട്ടിൽ കാണാൻ കഴിയും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കേസ് സ്റ്റഡിയിലേക്ക് പോകാം. PCBL ബേസിക്കലി ഒരു ടേൺ അറൌണ്ട് സ്റ്റോറിയാണ്. ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ടയർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാർബൺ ബ്ലോക്ക് നിർമ്മിക്കുന്ന ഒരു സാധാരണ കമ്പനിയായിരുന്നു. ഒരു ദിവസം കമ്പനി അടിമുടി മാറുകയായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കമ്പനിയെ നമ്മളുടെ ആ ഒരു ഫിൽട്ടറിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു 3 സ്റ്റേജ് ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്ത് നോക്കാം. ടയർ വ്യവസായത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് കമ്പനിയുടെ മാനേജ്മെന്റ് തിരിച്ചറിഞ്ഞു. അവർ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് 2023 നവംബറിൽ ഏകദേശം 3800 കോടി രൂപ മുടക്കി അക്വാഫാം കെമിക്കൽസ് എന്ന കമ്പനിയെ അവർ ഏറ്റെടുത്തു. അപ്പോൾ ഈ ഒരൊറ്റ നീക്കത്തോടെ PCBL വാട്ടർ ട്രീറ്റ്മെന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് പോലെയുള്ള പെട്ടെന്ന് വളരുന്ന സ്പെഷ്യാലിറ്റി കെമിക്കൽ രംഗത്തേക്ക് ഒരു എൻട്രി എടുക്കുകയായിരുന്നു. അവരുടെ ഒരു ടെക്നിക്കൽ ട്രിഗർ നമുക്ക് നോക്കാം. ഈ ഒരു ഏറ്റെടുക്കലിന്റെ വാർത്ത വന്നതോടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു മാറ്റം തിരിച്ചറിഞ്ഞ ഇൻവെസ്റ്റേഴ്സ് പെട്ടെന്ന് ഒരു ബൈയിങ്ങിലേക്ക് മാറി. അതുവരെ ഒരു റേഞ്ചിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്റ്റോക്കിന്റെ വില പെട്ടെന്ന് ഒരു ബ്രേക്ക്ഔട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ ഫോർമുലയിലെ ടെക്നിക്കൽ ട്രിഗർ ഇവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. ഒരു സാധാരണ കമ്മോഡിറ്റി കമ്പനിയിൽ നിന്ന് സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനിയിലേക്കുള്ള ഒരു രൂപമാറ്റം PCBLനെ ഒരു മൾട്ടി ബാഗർ ആക്കി മാറ്റി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ രണ്ടാമത്തെ കേസിലും നല്ല എൻട്രി, നല്ല മാനേജ്മെന്റ് ഡിസിഷൻസ്, ഇവയൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും രണ്ടാമത്തെ കേസ് സ്റ്റഡിയും നമ്മളുടെ ഫോർമുല കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിനിടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള അനാലിസിസുകളും ഫണ്ടമെന്റൽ ഡേറ്റയും അതുപോലെ തന്നെ ടെക്നിക്കൽ ഓപ്പർച്യൂണിറ്റീസും വീക്ക്ലി മാർക്കറ്റ് അനാലിസിസുകളും എല്ലാം നമ്മുടെ ചാനലിൽ
ചാനലിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പൊ ഇനി നമുക്ക് കേസ് സ്റ്റഡി 3 വരാം. ആനന്ദ് രാജ്. റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് സാധാരണയായിട്ട് കടം വളരെ കൂടുതലായിരിക്കും. എന്നാലും ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ആനന്ദ് രാജ് തിരഞ്ഞെടുത്തത് മറ്റൊരു വഴിയാണ്. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. അപ്പൊ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി നമ്മുടെ ഫിൽറ്ററിൽ വന്നിട്ടുണ്ടോ, നമ്മുടെ ഫിൽറ്ററിൽ ഫിൽറ്റർ ചെയ്താൽ ലഭിക്കുമായിരുന്നോ എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ ഫിൽറ്ററിൽ ഈ ഒരു സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് കമ്പനി അവരുടെ കടം വലിയ തോതിൽ കുറച്ചു കൊണ്ടുവന്നു. 2022 0.37 മുകളിലുണ്ടായിരുന്ന ഡെറ്റ് ടു ഇക്വിറ്റി അനുപാതം ഇപ്പോൾ ഏകദേശം 0.1 എന്ന ആരോഗ്യകരമായിട്ടുള്ള നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം കമ്പനിയുടെ ലാഭവും മികച്ച രീതിയിൽ വളരുന്നത് നമുക്കൊരു വലിയ കംബാക്കിന്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന തരുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഫിൽറ്റർ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മാനേജ്മെന്റിന്റെ വിഷൻ നമുക്ക് നോക്കാം. അനന്തരാജിന്റെ മാനേജ്മെന്റ് റിയൽ എസ്റ്റേറ്റിനപ്പുറം പുതിയൊരു ലോകം കാണുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഡിജിറ്റൽ വളർച്ചയ്ക്ക് ഡാറ്റാ സെന്ററുകൾ വളരെ വലിയ ഒരു സാധ്യതയായിരുന്നു. ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി മുതലെടുക്കാൻ അവർ തീരുമാനിച്ചു. അവരുടെ ഡാറ്റാ സെന്റർ ബിസിനസ് അല്ലെങ്കിൽ ഒരു പുതിയ വെർട്ടിക്കൽ അവരവിടെ ഉണ്ടാക്കി. ഫിൽറ്റർ വാല്യൂ അൺലോക്കിംഗ് ട്രിഗർ. അടുത്തിടെ കമ്പനി തങ്ങളുടെ ഡാറ്റാ സെന്റർ ബിസിനസ് ഒരു പ്രത്യേക കമ്പനിയാക്കി മാറ്റുന്നതിനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ഭാവിയിൽ ഈ ബിസിനസ് പ്രത്യേകിച്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വലിയ നേട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് വാല്യൂ അൺലോക്കിംഗ് എന്ന് പറയുന്നത്. ഡാറ്റാ സെന്ററിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ് സ്റ്റോക്കിന് വലിയൊരു ഊർജ്ജം നൽകുന്നത്. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളിലും നമ്മുടെ ഫോർമുല എങ്ങനെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല ഫണ്ടമെന്റൽസ്, ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ട്രിഗർ, ദീർഘവീക്ഷണമുള്ള മാനേജ്മെന്റ്. അപ്പൊ ഈ 3 ചേരുമ്പോൾ നമുക്കൊരു മൾട്ടി ബാഗർ സ്റ്റോക്കിനെ കണ്ടെത്താൻ കഴിയും എന്നതിന്റെ തെളിവുകളോടുകൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളും കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ ഫിൽറ്ററിനുള്ളിൽ വന്നിരുന്നു. ലോജിക്കലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സ്റ്റോക്കുകൾ വന്നതുപോലെ തന്നെ മറ്റ് പുതിയ സ്റ്റോക്കുകളെ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്റ്റോക്ക് അനലൈസ് ചെയ്യണം. നല്ല സ്ക്രീൻ ടൈം ഉണ്ടായിരിക്കണം. ഡെയിലി 3 to 4 hours സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇത്തരം സ്റ്റോക്കുകളെയൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. അത്തരത്തിലുള്ള 4-5 ബെറ്റർ മൾട്ടി ബാഗർ സ്റ്റോക്കുകളെ ആദ്യം കണ്ടെത്തി അവയിൽ ഏറ്റവും സാധ്യത കൂടിയ സ്റ്റോക്കുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവയെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നല്ല ടെക്നിക്കൽ ട്രിഗർ ലഭിക്കുമ്പോൾ എൻട്രി എടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ട്രിഗർ നൽകുന്ന അല്ലെങ്കിൽ ടെക്നിക്കൽ ബൂസ്റ്റ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളെ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വിജയത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടി. അപ്പോൾ ഇത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മൾട്ടി ബാഗറുകൾ കണ്ടെത്തുന്നത് ഒരു ഭാഗ്യ പരീക്ഷണമല്ല എന്നതാണ്. തീർച്ചയായിട്ടും അത് വളരെ ലോജിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശക്തമായിട്ടുള്ള ഫണ്ടമെന്റൽസ് ഉള്ള അല്ലെങ്കിൽ നല്ല ഗ്രോത്ത്, കുറഞ്ഞ കടം, ഉയർന്ന എഫിഷ്യൻസി ഒക്കെ ഉള്ള കമ്പനികളെ ഫിൽട്ടർ ചെയ്തെടുക്കുക. രണ്ടാമതായിട്ട് കമ്പനിയെ നയിക്കുന്ന ആളുകളുടെയും അവരുടെ വിഷനെയും പ്ലാനുകളും ഒക്കെ നമുക്ക് വിശ്വസിക്കാമോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. മൂന്നാമതായിട്ട് ശരിയായിട്ടുള്ള എൻട്രി പോയിന്റിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു ടെക്നിക്കൽ ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ്സിൽ വരുന്ന ഒരു വലിയ മാറ്റമോ ആ ഒരു വലിയ ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ നിന്നുള്ള ഒരു വലിയ ബ്രേക്ക്ഔട്ട് നമുക്ക് കൊണ്ടുവന്നു തരും. ഒരു വലിയ വോളിയം ബ്രേക്ക്ഔട്ട് നമുക്ക് നല്ല സാധ്യതകൾ കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു ഫോർമുല ഒരു തുടക്കം മാത്രമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ നിരന്തരമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ പരിശീലനം ആവശ്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസുകൾക്കും ഇൻവെസ്റ്റ്മെന്റ് ഐഡിയകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഏതൊക്കെ മൾട്ടി ബാഗർ സ്റ്റോക്കുകളാണ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് കൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മൾട്ടി ബാഗർ സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, കമന്റുകളായിട്ട് അറിയിക്കുക. തീർച്ചയായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.